ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ ഇന്നലെ നമ്മുടെ പുൽക്കൂറിന്റെ പരിപാടി ഒരു സ്ഥലത്ത് വരെ എത്തി. അപ്പൊ അതിന്റെ സാധനങ്ങളും ഷോപ്പിംഗ് ഒക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. പിന്നെ അതിന്റെ പണിക്ക് പോകണം, അങ്ങനെ ഓർത്ത് ക്രിസ്മസ് ഷോപ്പിംഗ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ആദ്യമേ നമുക്ക് പിന്നെ പുനർത്തിക്കണം. അപ്പൊ ഒരു 2-3 ദിവസം മുമ്പ് ഷോപ്പിംഗ് നടത്തിയേ ഉള്ളത്. അപ്പൊ ആ സെയിം കടയ്ക്ക് നമുക്ക് പോവാണ്. ബോസേ, സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇതിന് വൈറ്റ് വലുതുണ്ടായിരുന്നാ? എന്നാ വൈറ്റ് ഒന്നുകൂടി എടുക്കണ്ട്. ആ കാണിച്ചേ, എന്തോരുണ്ട്? വേറെന്താ പഠിക്കണ്ടേ? നമുക്ക് പള്ളിക്കല്ലേ മെയിൻ ആയിട്ട് വൈറ്റ് വേണ്ടേ? മിക്സ് ചെയ്തടിക്കല്ലേ? ബ്രഷ്, ഇതിനുള്ള ബ്രഷ് സെറ്റ് കാണിച്ചേ. ഔ, ഇത് പോരാ, ചെറുതായി. വലുത് വേണം. മറ്റേ തെർമോക്കോളൊക്കെ അടിക്കാനുള്ളതാ. ഇതെടുക്കാം, വലുതെടുക്കാം. വലുത് മറ്റേ അടിക്കാം. പിന്നെ ബോർഡർ അടിക്കാനായിട്ടൊരു 2 വലുതെടുക്കാം. ഇതിനൊക്കെ എത്രയായിരുന്നു? ആ, വലിയ ഇതുപോലെ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒരു കുറച്ചായിട്ടുണ്ട്. ഇതാണ് കുന്നോളത്തെ അരി മാർക്കറ്റ്. അല്ല, ഇതല്ല അരി മാർക്കറ്റ്, അരിയങ്ങാടി. ഇവിടെ വന്നാൽ കിട്ടാത്ത സാധനമില്ല മക്കളെ. എന്താണ്? അപ്പൊ ഗൈസ് പറഞ്ഞു വന്നത്, നമ്മുടെ കുന്നോളത്ത് കിട്ടാത്തൊരു സംഭവമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കുന്നോളം അരി മാർക്കറ്റിൽ വരേണ്ടതാണ്. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ ഒരു കടയുണ്ട്. അവിടുത്തെ ഒന്ന് ചോദിച്ചിട്ട് വരാം. അവിടെ നമുക്ക് പള്ളിക്കുള്ള ലൈറ്റ് എടുക്കാം. ലൈറ്റ് അവിടുത്തെ നിയോൺ ലൈറ്റ് അടിപൊളി. ആ മാൻ വെച്ചേക്കണത്, ആ സാധനം നമുക്ക് അവിടെ എടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ കട. ഇതൊരു ഹിന്ദി നോർത്ത് ടീംസ് നടത്തുന്ന കടയാ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഒരു ഷോപ്പിലേക്ക് എത്തി. ഈ ഒരു സിറ്റിയിലുള്ള മെയിൻ കടയാണിത്. ഇവിടെ കിട്ടാത്ത ലൈറ്റുകൾ ഇല്ലാതാണ്. പക്ഷെ പുത്തമ്പള്ളിയിലുള്ള അതിന്റെ നമുക്ക് റേറ്റ് നോക്കാം. ഇവിടുത്തെ റേറ്റ് ആണോ പുത്തമ്പള്ളിയുടെ റേറ്റ് ആണോ? നമുക്ക് ഇത് നോക്കിയാ ഈ മാൻ ഇനി ഓൺ ലൈറ്റിന്റെ ഇതിന്റെ ഒരു വലുതുണ്ട്. മറ്റേ സാന്താക്ലോസ് റൈഡ് ചെയ്യണത്. ഇതിനെത്ര ഈ മാൻ? എത്ര? 450 ഇല്ല. ചെറുതിന് എത്ര റേറ്റ് കുറവുള്ളത്? സ്റ്റോക്ക് വീട് എവിടെയാ? രാജസ്ഥാൻ. മറ്റേ സാധനം ഉണ്ടാ സാന്താക്ലോസ് പിടിക്കണത്? ഇല്ല അല്ലേ? ബിഗ് വൺ, ടോൾ വൺ, ടോൾ നെയ് 2500 എന്തിനാ? അപ്പൊ ട്രീ വേണ്ട. 2500 ഇതൊക്കെ കത്തിയാട്ടാ. അപ്പൊ നമുക്ക് പുത്തമ്പള്ളി തന്നെ വാങ്ങാം. മഴ എന്താണ്? ക്രിസ്മസിന് ഡിസംബറിൽ മഴ പെയ്യാറുണ്ട്. കോപ്പാണ് മഞ്ഞുമഴ. ഒന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ ടിക്കറ്റ് എടുത്താ? നീ അവന്റെ വീടിന്റെ ഉച്ചക്ക് അവന്റെ അവിടെ കോളേജിൽ പോണോ എടുക്കണേ? സ്റ്റേയാ? എവിടെ? എന്ത് പരിപാടി? ഓ, അതുകൊണ്ടല്ലേ. എപ്പോഴാ ഷോ? ഓ, കിട്ടി. അവന്മാരൊക്കെ പോയാ? നമ്മുടെ റിവ്യൂ മിസ്സോ. എനിക്ക് അയച്ചെന്നാ മതി. അടിച്ചു ഒരു വട്ടം നിന്ന് വീടാ. നമുക്ക് തന്നെ ചെയ്താലോ? ഉള്ളിയുള്ള വഴി. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ബബ്ബയുടെ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ മാജിക് ഫ്രെയിംസിൽ വന്നേക്കുവാണ്. എനിക്ക് പറ്റുവാണെങ്കിൽ നാച്ചുറൽസിലൊന്ന് കയറണമെന്നുണ്ട്. മുടിക്കൊരു ട്രീറ്റ്മെന്റ് ചെയ്യണം. ഹായ് 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 മോനെ, ഈ ലിഫ്റ്റിന്റെ ഒരു ചരിത്രം ഉണ്ട്. ഇവിടെ 1800 ഓർമ്മയുണ്ടോ? ഇതിൽ എത്ര വട്ടം കുടുങ്ങിയിട്ടുണ്ട്. ഞാനിത് ഓഫാക്കും ഗൈസ്, നിങ്ങൾ കേൾക്കണം. നമ്മളിത് ഓഫാക്കും. അല്ല, ഞാൻ ഇതിൽ കയറിക്കും. തിരിച്ച് മോളിക്ക് വരുമ്പോൾ ഇങ്ങനെ തുറന്ന് വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ. പക്ഷേ പ്രശ്നം എന്താ ആവുന്ന വെച്ചാ, ഞാനിങ്ങനെ ഇതടിക്കുമ്പോഴേക്കും സാധനം മോളിക്ക് പോകും. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ആൾക്കാരായിട്ടായിരിക്കും മണ്ണിന്റെ കൊണ്ടില്ല. അപ്പൊ ഈ ഒരു ലിഫ്റ്റിക്ക് വരുമ്പോ ഒരു വ്ളോഗില് മറക്കാൻ പറ്റാത്തൊരു ലിഫ്റ്റാണ്. എന്റെ തുടക്കം ഈ ലിഫ്റ്റിലാണ്. ഇതുപോലെ ഇങ്ങനെ തുറന്നു വരുമ്പോ ഇവിടെയാണ് സെക്കൻഡ് അല്ലേ?
ഫസ്റ്റാ. അപ്പോൾ ഈ ലിഫ്റ്റ് എന്നും ഒരു ഓർമ്മയാണ്. യൂട്യൂബിലെ ഒരു തുടക്ക കാലാണത്. ഇവിടെ നിന്നാണ് ഇൻട്രോ തുടങ്ങിയത് ഇതുവരെ. അതെ, ഈ ഒരു വീഡിയോ എടുക്കുന്നത് വരെ ഈ ഒരു ലിഫ്റ്റ് കാരനാണ്, അങ്ങനെ പറയാല്ലേ? അന്ന് അവന്റെ ഒപ്പം പോയി ഇൻട്രോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്വന്തം ലിഫ്റ്റ്. നിങ്ങളുടെ അവിടെ വീടിന്റെ അടുത്ത് നമുക്ക് നടന്നു പോവാം. എവിടേക്ക്? സിനിമയ്ക്ക് കാണാൻ തൊട്ടടുത്ത് നമുക്ക് മാളുണ്ട്. അച്ഛനെ ശരിക്കില്ലേ ഇവിടെ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാ ഗൈസ്. ഞങ്ങൾ പണ്ട് വന്ന ടൈമിൽ ഇവിടെ അടിയാവും നമ്മൾ സാധനം വാങ്ങാൻ നിൽക്കുമ്പോൾ. ഓർമ്മയുണ്ട്? ഇതില് 8 തൊട്ടുള്ള ഇതാണെന്നുണ്ട്. 8 തൊട്ട് അങ്ങോട്ട് പറഞ്ഞു ഗൈസ്. ഫൈനലി നമ്മൾ ഇന്നലെ പറഞ്ഞ ബബ്ബയുടെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. രാത്രി 10 മണിക്ക് നമ്മൾ കൃത്യം ബബ്ബ കാണുന്നതായിരിക്കും. അപ്പോൾ ബബ്ബ ഇറങ്ങിയിട്ടുള്ള അടുത്ത ദിവസമായിരിക്കും അതിൻ്റെ റിവ്യൂ വ്ളോഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്ത ദിവസമായിരിക്കും വ്ളോഗ് വരിക. സോ ഗൈസ് വെയിറ്റ് ആൻഡ് സീ. കൊള്ളാം. ലൈവ് എൻഡിങ് നോക്കിയേ, പൈസ നോക്കിയേ, 80,000 രൂപ ചിക്കിങ് വരാം. നോമ്പൊന്നും കഴിഞ്ഞോട്ടെ. ഇവിടെ ഇനി വിലസാ ചിക്കിങ്. ആദ്യം നമുക്ക് യൂബിട്ടാ. യൂബി ചിക്കിങ് നോമ്പായിട്ട് സാധാരണ ഈ സമയത്ത് കുറച്ച് ഇത്ര നാൾ നോമ്പിൻ്റെ ഒരു നോമ്പായതുകൊണ്ട് റീൽസിൽ അങ്ങനെ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ ഒരു 2 ദിവസമായിട്ട് ക്രിസ്മസ് അടുക്കാറാകുമ്പോഴേക്കും വരുന്നുണ്ട്. നിന്റെ വരുന്നുണ്ടേ? എൻ്റെ ഇന്നലെ മിന്നാന്നായിട്ട് കുറച്ച് വന്നു. ഞാൻ പിന്നെ അപ്പോഴേക്കും സ്കിപ്പ് ചെയ്ത് വിട്ടു. നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു. അപ്പൊ പിന്നെ സീനില്ല. മഴ ചുമ്മാ ആ ഫോട്ടോ ആ തമ്പനയിൽ എടുക്കാൻ മിസ്സായിപ്പോയി ഗൈസ്. ഈ വീഡിയോയുടെ തമ്പനയില് എന്തായിരിക്കും നിങ്ങൾ ഇടുമ്പോൾ കാണാം. എനിക്കറിയില്ല ഏത് കിടന്നാണ്. തിരിച്ച് പോവാ. സോ ഗൈസ് ഇനി പള്ളിയിലെത്തിയിട്ട് കാണാൻ വർക്കുണ്ട്. സോ ഗൈസ് ഫൈനലി വി റീച്ച്. എത്ര ആളല്ലേ കണ്ടിട്ട്? വാ തുടങ്ങാ. നോക്കാം. ഇല്ലെങ്കിൽ വാങ്ങിയാ പോരെ. ഞാനൊരു പൈസ കളയാൻ വെച്ചിട്ടുണ്ട്. ഇതിന് തന്നെ 800 ആയി. ഞാനിത് അധികം ഒന്നും വിചാരിച്ചില്ല. 500 ഇല്ല ഇല്ല ഉള്ളെങ്കിൽ വാങ്ങാ. ഞാൻ വേണ്ട രൂപങ്ങളെ ഉണ്ടോ? രൂപങ്ങൾ നോക്ക്. രൂപമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. മച്ചു അഗസ്റ്റോ ഓളിടല്ലേ ഗൈസ്. ആൽഫ്രഡ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ വരണല്ലോ, നാളെ വരുമ്പോ. കുറച്ച് പൊടിയായിട്ടുണ്ട്. അല്ല സൈസ് നോക്കുമ്പോഴേ ഈ വീടൊക്കെ നമുക്ക് അകലെ വെക്കാം. ഈ ചെറുത് വീട് കാരണം ഇയാളുടെ തല തട്ടും. ചെറിയ വീടൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നില്ല അല്ലേ വീഡിയോയില്? ഇല്ല നീ ഉണ്ടായിരുന്നില്ലല്ലോ. ഹായ് 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 പറഞ്ഞു. പശുവിന്റെ താഴെയുണ്ട്. ഇല്ലില്ല പശു വലിയ സീനില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ ഈശോ ആണ് സീൻ. ഈശോയുടെ രൂപം വേറെ പീസായിരിക്കണേ. ശരിക്കും ഇതിലും വലിയ ഈശോയാണ്. കുഴപ്പമില്ല. ഹൈറ്റ് നമുക്ക് സീനാ. ഈശോ ഇത് മതി. ഇന്നത്തെ കളറില് ഒരു മിക്സിങ് നടത്തി ഒരു ചാണപ്പച്ച കളറ് കിട്ടിയേ. അപ്പൊ ഇത്രയും പൈസ കാശിനകത്തോട് മെൽറ്റ് അടിക്കാന്ന് വിചാരിച്ചു. പണ്ടത്തെ വീടൊക്കെ ഇങ്ങനെയല്ലേ, ചാണകം മെഴുകിയ ടച്ചല്ലേ വേണ്ടേ? അതുണ്ടാ ഗൈസ്. നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ ഫൈനല് കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റില് രേഖപ്പെടുത്തേണ്ടതാണ്. നാളേക്ക് കുറച്ച് വീട് ബാക്കി വെക്കാല്ലേ. അപ്പൊ ഒരു അടിച്ചൊരു താഴ്ഭാഗം ലാസ്റ്റത്തെ ആ ഒരു ഫൈനൽ ടച്ചിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഇതാവണ്ടേ, പക്ഷെ അത് അടിക്കും തോറേ ഉള്ളിൽ പോയിട്ടേ എന്തോ ആവണില്ല. ഇതൊരൊക്കെ അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു റോഡിന്റെ ചെയ്യാം ഗൈസ്. നമ്മുടെ പുൽക്കൂടിന്റെ പ്ലാൻ ഇവിടെയാണ് എക്സിക്യൂട്ടീവ് അച്ഛൻ തന്നേക്കണേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഇതിവിടെ അപ്പുറത്തെ സ്റ്റാൻഡ് ഇങ്ങോട്ട് കുറച്ച് ഒരു ഡയഗണലായിട്ട് ഇട്ടാ കേറി വരുമ്പോ ഇങ്ങോട്ട് കാണും. അപ്പൊ ഇവിടെയാണ് അത് വേണം. നമ്മളാ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യണത് ഇവിടെയാ. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ടിട്ട് സെന്ററിൽ പുൽക്കൂട് വരും. ഇപ്പൊ പിടിക്ക ആ ചട്ടി മാറ്റിയാ മതി. അടിപൊളിയുണ്ട് കേട്ടോ. ഇതില് വേണമെങ്കിൽ ബ്ലാക്കിന്റെ ഒരു ബോർഡർ വരയ്ക്കാം. ഇത് നല്ല രസം ഇങ്ങനെ കട്ടക്ക് നിക്കണത്. കുറച്ച് നേരത്തെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടവക വികാരി. ഇതൊന്ന് പിടിച്ച് എന്റെ ഒപ്പം വായോട്ടാ കാണണ്ട. ഇതാണ് കുട്ടു. അവനൊന്ന് ഫോക്കസ് ചെയ്തേ.
അച്ഛൻ വന്നപ്പോ അവന്റെ മട്ടും ഭാവം ആകെ മാറി. വിശുദ്ധി ഒന്നല്ല, എന്താ പറയാ, നമ്മുടെ വീട്ടിൽ എഞ്ചിനീയർ ഞാൻ മനസ്സിലാ. അച്ഛൻ ഇങ്ങോട്ട് വന്നു, ഞാൻ പറയും അച്ഛൻ വരുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ എത്തിയപ്പോ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള്. അവിടെ അത്ര ഇതായി. പിന്നെ അവിടെ പെയിന്റിങ് അവിടെ പോകുന്നത്, അങ്ങനെ ഓവറോൾ കാര്യത്തിലൊക്കെ സെറ്റ് ആയിരുന്നു. ഒക്കെ ഒരു കോൺട്രാക്ടറായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നോക്കട്ടെ, ചീഞ്ഞാണോ? സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ അത്യാവശ്യം പണി ഇന്ന് ചെയ്തു, കുറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി പെയിന്റ് അടിച്ചു, അങ്ങനത്തെ പരിപാടി. നാളെ ആകുമ്പോൾ നമുക്ക് പുറത്തെ കാര്യങ്ങളും നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ പുറത്തെ കാര്യങ്ങൾ ചെയ്യും. അതാണ് ഒതുക്കിയതിന്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.